നമ്മുടെ വെണ്ടപ്പൂവ് നോക്കി നോക്കുമ്പോൾ എന്ത് രസമല്ലേ? വെണ്ടയുടെ പൂവ് കാണാൻ നല്ല ഭംഗിയില്ലേ? മഞ്ഞ കളർ നല്ല രസമുണ്ട് അല്ലേ? ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇല പൊട്ടിക്കാന്ന് വിചാരിച്ചില്ല. മുരിങ്ങയുടെ ഇലയും ചേനയും കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു ഉപ്പേരി തയ്യാറാക്കണത് കേട്ടോ. മുളകുണ്ടോ? മുളകൊക്കെ മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ മുരിങ്ങയുടെ ഇല പൊട്ടിക്കാം കേട്ടോ. മുരിങ്ങ ഉണ്ടോ? കഴിഞ്ഞ വർഷം വെച്ചതാണ് കേട്ടോ. നന്നായി ഉണ്ടായി വരുന്നുണ്ട്. കറി വെക്കാൻ പോവാം. ചേനയും മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചേനയാണ് കേട്ടോ. ചേന പറിച്ചെടുത്ത് കഴുകിയെടുത്തതാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ചേന മോര് കറി വെച്ച് ഇരുന്ന് മുറിക്കുമ്പോൾ വലിയ വില കിട്ടുന്നില്ല. ഉപ്പേരിക്കായതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കുക ചെയ്യണത് കേട്ടോ. ചെറുതായിട്ട് കറക്റ്റ് വയ്ക്കുമ്പോൾ കുറച്ച് വലിപ്പത്തിലാണ്. വെള്ളം കയ്യിലാവാതെ ശ്രദ്ധിച്ച് നോക്കിയെടുക്കണം. അധികം കൈ കൊണ്ട് തൊടാതിരിക്കാൻ നല്ലത്. ചെറിയ ചൊറിച്ചിലുണ്ടാവും. അപ്പം അങ്ങനെ ചെറിയതാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അമ്മ മുരിങ്ങയുടെ ഇലയൊക്കെ ഊരിട്ടോ. ഇത് മരുമകൻ്റെ അമ്മയാണ്. പാട്ട് കീർത്തനങ്ങളാണ് അമ്മയുടെ മെയിൻ ഹോബി അല്ലേ? കീർത്തനങ്ങളമ്മ എത്ര പാട്ടുകൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ടാവും? ഞാൻ കുറേ എഴുതി. ഒരുപാട് ബുക്കുകളിൽ ഒരുപാട് അത് അമ്മ എടുക്കുന്നുണ്ട് കേട്ടോ ബുക്കുകൾ. ഞാൻ മരുമകൻ്റെ വീട്ടിലാണ്. കണ്ടോളും. അമ്മയ്ക്ക് 82 വയസ്സായ ആളാണ്. ഇതിലൊക്കെ ഞാൻ കീർത്തനം എഴുതിയിട്ടുണ്ട്. കീർത്തനങ്ങൾ മൊത്തം ബുക്കുകളിൽ കീർത്തനങ്ങളാണ്. ഇതിലൊക്കെ ഞാൻ കീർത്തനം എഴുതി വെച്ചു. അമ്മ ചൊല്ലും ചെയ്യും. കീർത്തനങ്ങൾ എഴുതലാ പണി എനിക്ക്. എന്താ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലാണ് ആദ്യം എഴുതിക്കണേ. ഇതിലാണ് ആദ്യം എഴുതിക്കണേ. ഇതൊക്കെ ഞാൻ കീർത്തനങ്ങൾ ചെല്ലുമ്പോൾ എഴുതണതാ. രാവിലെ 5 മണിക്കാകുമ്പോൾ കുളി കഴിഞ്ഞ കീർത്തനങ്ങൾ കേൾക്കും. ഇതൊക്കെ ഞാൻ കീർത്തനം എഴുതിക്കണ്ട. പിന്നെ ഇതിലുണ്ട് വെറുതെ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഞാൻ കീർത്തനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട.
4 പുസ്തകത്തിൽ ഓരോ കീർത്തനം എഴുതി വയ്ക്കും. എന്നിട്ട് 4 പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു ട്രിപ്പിൽ 4 കംപ്ലീറ്റ് ആക്കും. പിന്നത്തെ ട്രിപ്പ് 4 പുസ്തകത്തിൽ 4 എഴുതി വയ്ക്കും. അത് ആ ട്രിപ്പിൽ ആ 4 ഫുള്ളാക്കും. അപ്പം നമ്മുടെ കറി തയ്യാറാക്കാം കേട്ടോ. ചേനയൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട്. ചേന കൈ കൊണ്ട് തുടങ്ങാന്ന് വെച്ചിട്ട് 2 പ്രാവശ്യം നമ്മൾ കഴുകി എടുക്കും. കുക്കറിൽ ഒരു വിസിലിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നമ്മുടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. നമുക്കൊരു വിസില് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചെറിയ സ്പൂൺ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ. ഓവറായിട്ട് എണ്ണ ഒഴിക്കലില്ല, അതുകൊണ്ട് കടുകിടാം അല്ലേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. 2 പണി കടുത്തേക്കാം. ഇത് വേണ്ടവർക്ക് ചേർത്താൽ മതി. പൊട്ടനോട് കൂടി നമ്മൾ ചെറുതുള്ളി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്. ചെറിയ കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ പച്ചമുളക് ചേർക്കാതിരിക്കുക നല്ലത്. കാരണം മുരിങ്ങയുടെ അരി ഇടുമ്പോൾ ഈ പച്ചമുളക് കാണില്ലല്ലോ. ഒരു കഷ്ണം ഇഞ്ചി, ഒരു നുള്ള ജീരകം കേട്ടോ. നമ്മൾ ഈ വയ്ക്കുന്ന ചേനയുടെ അരി മുരിങ്ങയുടെ അരി കറിക്ക് സ്വല്പം കുരുമുളക് പൊടി ചേർത്താൽ നല്ലതാണ്. ഞാൻ കുരുമുളക് പൊടി ചേർക്കണില്ല കേട്ടോ. അല്ല, എനിക്ക് ചേരുന്നതാണ് കുരുമുളക്. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വരുന്നു. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി, സ്പൂണിൽ 1/2 സ്പൂൺ മുളക് പൊടി. അപ്പം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇവിടെ ഇഷ്ടംപോലെ ഇട്ട് കേട്ടോ. എന്നിട്ട് കൂടുതൽ കറിവേപ്പില ഇട്ടു. വാങ്ങിച്ചതാകുമ്പോൾ മരുന്നടിച്ചതൊക്കെ ആയിരിക്കും. അപ്പം എൻ്റെ വീട്ടിലുള്ളതായതുകൊണ്ട് നമ്മുടെ ചേന നമുക്കിടാം. ഇതിലേക്ക് തന്നെ നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്തുണ്ട്. ഇപ്പോൾ പോരാ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാണ്.
പെട്ടെന്നാവും. നമുക്കൊരു 4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടാ. അടിപൊളി ഉപ്പേരിയാണ്. നല്ല വിറ്റാമിനും പ്രോട്ടീനും തേങ്ങയും മുരിങ്ങയിലൊക്കെ എല്ലാവർക്കും കഴിക്കാവുന്നതാണല്ലോ. അപ്പോൾ വയ്ക്കാത്തവരുണ്ടെങ്കിൽ എങ്ങനെയൊന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്. ഓക്കേ.